ഇന്ന് നമുക്ക് മാൾട്ടയിൽ നിന്ന് ഗോസ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണ പരിപാടി കേട്ടോ. ഈ ഗോസ പറഞ്ഞ വേറൊരു ഐലൻഡാണ്. മാൾട്ടയിൽ തന്നെ വേറൊരു ഐലൻഡാണ് ഈ ഗോസ. അപ്പോൾ അങ്ങോട്ടാണ് ഇന്ന് പരിപാടി. അപ്പോൾ അത് നമ്മളെങ്ങനെ എത്തിപ്പെടാന്നുള്ളതാണ് ഇന്നത്തെ ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരെ വണ്ടി എടുക്കുക, സിർക്ക പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അവിടെ നിന്നാണ് ഫെറി ഓടുന്നത്. നേരെ അവിടെ പോയിട്ട് ഫെറിയിൽ കയറിക്കൂടുക. ഫെറിയിൽ കയറി കൂട്ടണമെങ്കിൽ അവിടെ പോയിട്ട് ക്യൂവിലൊക്കെ നിന്നിട്ട് വേണം കയറാൻ. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ടുണ്ട് കയറാനൊന്നും പറ്റില്ല. നമ്മുടെ പ്രൈവറ്റ് അനുസരിച്ച് പതുക്കെ കയറി കൂടുക. അവിടെ കയറി കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അവർ കാണിച്ചു തരും വണ്ടി അവിടെ പാർക്ക് ചെയ്യേണ്ടതെന്ന്. അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറക്കരുത്. ഹാൻഡ് ബ്രേക്ക് ഇടണം, ഗിയറിലാക്കി ഇടുക. അതല്ലെങ്കിൽ വല്ല ഷേക്കും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി മൂവി എന്തെങ്കിലും ചെയ്താൽ ഫ്രണ്ടിലെ വണ്ടി കൊണ്ടുപോയി കാച്ചും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾ വണ്ടി കാട്ടി നേരെ ലിഫ്റ്റ് കയറി നേരെ മേലേക്ക് പോവുക. നേരെയാണ് നമുക്ക് നിൽക്കാനുള്ള സ്ഥലം. അടിയിൽ 2 തട്ടും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുക. മുകളിൽ ഇതേമാതിരി സെറ്റപ്പൊക്കെ ഉണ്ട്. കോഫി ഷോപ്പ്, അതേമാതിരി ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അത് പോകാനുള്ള സെറ്റപ്പ്, അങ്ങനെയൊക്കെ ഒരു വൈബ് സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു അടിപൊളി സെറ്റപ്പാണ്, നമുക്ക് ഇഷ്ടമാവും എന്തായാലും. പിന്നെ നമുക്കൊന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ സിറ്റ് ഔട്ട് മാതിരി സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ പുറത്ത്. അവിടെ പോയിട്ട് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചായ കുടിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചായ വാങ്ങി കഴിക്കുക. ചായ കുടിക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. അവിടെ കോഫി ഷോപ്പ് ഉണ്ട്, അതിന് ചായ വാങ്ങി കഴിക്കുക. അത് ചായ കുടി കഴിയുമ്പോഴത്തേക്കും ഗോസ എത്തുക. ആകെ 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ എത്തുക. അത്രേ ഉള്ളൂ ദൂരട്ടായി ഫെറിയിൽ. അത്ര ഇതൊന്നുമില്ല. ഇവർ ചായ വാങ്ങി കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അവിടെ എത്തും, ഗോസയിലെത്തും. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങി ആ ഫെറി ഉണ്ട്, തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഫെറി. അത് ഇതേമാതിരി നമ്മളെ മാതിരിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ഫെറി കേട്ടോ. അതും ഞാൻ പിന്നെ ഉള്ളിലൊന്നും ഇരിക്കില്ല. ഞാൻ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ സ്പോട്ട് ഇതാ. നേരെ പുറത്തേക്ക് ഇറങ്ങും. നേരെ ഈ ബാൽക്കണി വന്നിട്ട് ഇവിടുന്ന് വായും പൊളിച്ചും പുറത്തേക്ക് നോക്കി നിൽക്കും. ആ കടലിൽ നോക്കി അവിടെ അങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ സ്പോട്ട്. ഈ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് വരാണ്ട് ഗോസയ്ക്ക്. അവിടെ ഡെലിവറി ഉണ്ടാവാറുണ്ട്. അത് വ്യാഴാഴ്ച ദിവസം ഉണ്ടാവാറ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നേരെ ഈ സ്പോട്ടിൽ വന്ന് നിന്ന് പുറത്തേക്ക് വായം പൊളിച്ച് നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ടാവും. അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. പിന്നെ അപ്പുറത്ത് ഒരു കുഞ്ഞു ദ്വീപുണ്ട്, വേറൊരു ദ്വീപ്. താമസമൊന്നും ഇല്ലാത്തൊരു ദ്വീപുണ്ട് ഇവിടെ, വേറൊരു കുഞ്ഞു ദ്വീപ്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് കപ്പലൊക്കെ പോവുക. അതിപ്പോൾ കാണിച്ചു തരാൻ ഞാനൊന്നും ഷൂട്ട് ചെയ്തില്ല. അടുത്തത് വട്ടം നോക്കാം നമുക്ക് കേട്ടോ. കുഞ്ഞു ദ്വീപ് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഗോസ എത്താറായി. ഗോസ എത്തിക്കഴിഞ്ഞ് ചാടി ഇറങ്ങുക.